ബാക്ക് ടു മൈ ചാനൽ മഞ്ജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് കളക്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, ഫാമിലിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ പുല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകാതെ നമുക്ക് ഇപ്പോൾ ഇവിടെ കുറേ അധികം ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. കൂടാതെ നമ്മുടെ കുഞ്ഞു കണ്ടില്ലേ, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട്, അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ അതാണ്, ഫാമിലിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. താഴത്തേക്കടി. അപ്പോൾ നമ്മൾ പുല്ല് വെച്ച വളപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഫാമിലിക്ക് ഉള്ള പുല്ല്. അത് രണ്ട് ടൈപ്പ് പുല്ല് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയൻ റെഡ് നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലും, പിന്നെ നമ്മൾ ഇതിലുള്ള സൂപ്പർ നേപ്പിയർ പറഞ്ഞ ഐറ്റത്തില്ല, അത് പച്ചയാണ് വരുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, പച്ചയിൽ ഏറ്റവും കൂടുതൽ ഹരിതകം അടങ്ങിയതുകൊണ്ട് പാല് കൂടുതൽ കിട്ടുന്നത് നമുക്ക് പച്ച കൊടുത്താൽ തന്നെയാണ്. ഇതും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പച്ച പുല്ല് കൊടുക്കുന്ന അത്ര ബെനിഫിറ്റ് ഇല്ല. പക്ഷെ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും കൂടെ നന്നായിട്ട് തിക്നെസ്സിൽ വരും. മറ്റേത് അത്ര തന്നെ തിക്നെസ്സിൽ വരില്ല, അത് ലെങ്ത്തായിട്ട് നീളം വെച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഒന്നും കൂടെ ഫാസ്റ്റായിട്ട്, സൂപ്പർ നേപ്പിയറിനൊക്കെ ഫാസ്റ്റായിട്ട് വരുന്നത് റെഡ് നേപ്പിയർ ആണ്. അതൊക്കെയാണ് നമ്മുടെ പുല്ലിൽ നിന്നുള്ള ഇത്. അപ്പോൾ ഇത് റെഡ് വെച്ചിരിക്കുന്ന പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പച്ച വെച്ചിരിക്കുന്ന പോർഷൻസിലേക്ക് പോവാം. ഇത് വെട്ടാറാവുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം നമ്മൾ വെട്ടിയിട്ടൊരു 20 ദിവസം അത്ര ആയിട്ടുള്ളൂ. ഇത് വെട്ടിയിട്ട് സെക്കൻഡ് വന്നതാണ്. ഒരു 35-40 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പച്ച ഇപ്പോൾ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പച്ച വെട്ടാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, പച്ച പുല്ലാണ്. ഇത് തന്നെ സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ല്. ഇത് ഇത്രയും ഗ്രോത്തായി. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണിത്. നമ്മൾ വെട്ടി ഇപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് പുല്ല് വെട്ടാൻ പോവാം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വാരി വയ്ക്കൊന്നുമില്ല, നേരെ ഇതിടും. എന്നിട്ട് അതിലേക്ക് പുല്ല് വെട്ടി വെക്കുകയാണ് ചെയ്യുക. ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ പുല്ലിന് നല്ല ഓമരാണ്, അപ്പോൾ നന്നായിട്ട് ചൊറിയും. നമ്മൾ ഗ്ലൗസ് ഇടും. ഇപ്പോൾ ഫുൾ കൈ കുപ്പായ ആയത് കാരണം നമ്മൾ മേലെ ഷർട്ട് ഇടാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഫുള്ളായതുകൊണ്ട് നമ്മൾ മേലെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് വൈകുന്നേരമാണ് വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി വെളിച്ചക്കുറവുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. ഇതിൽ ബാക്കിയുള്ള പശുക്കളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്, വിട്ടുകൊണ്ടിരിക്കുകയാണ് പാടത്തേക്ക്. അപ്പോൾ ഇവരെ നമ്മൾ പുറത്തേക്ക് വിടില്ല, ചെറിയ കുട്ടികളാണ്. അപ്പം അവർക്കുള്ള പുല്ലാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. പിന്നെ പശുക്കൾക്കുള്ള രാവിലേക്കുള്ള പുല്ലാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാമിലിക്കുള്ള പുല്ലെടുക്കലും അതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ രാത്രി ഒരുപാട് വൈകി. അപ്പോൾ ഒരു മൂന്ന് കെട്ട് പുല്ലും കൂടെ നമുക്ക് തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല വീഡിയോസിൽ വല്ല തെറ്റോ തിരുത്താനോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.